ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു സൈലം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ CGL എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്രിട്ടിക്കൽ റീസണിങ് ചോദ്യങ്ങളാണ്. ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസ്, സ്റ്റേറ്റ്മെന്റ് അസംഷൻസ് അല്ലെ, സ്റ്റേറ്റ്മെന്റ് ആർഗ്യുമെന്റ്സ്, കോസ് ഓഫ് ആക്ഷൻ, കോസ് ആൻഡ് ഇഫക്റ്റ്, ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്രിട്ടിക്കൽ റീസണിങ്ങിൽ ഉൾപ്പെടുത്താവുന്നതാണ്. എന്തായാലും ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻസും അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് അസംഷൻസും ആണ്. അപ്പോൾ നമുക്ക് സെഷനിലോട്ട് പോയാലോ? റൈറ്റ്. സോ ആദ്യം തന്നെ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യമാണ്, അല്ലെങ്കിൽ എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ്. സോ വാട്ട് ഈസ് എ സ്റ്റേറ്റ്മെന്റ്? എന്താണ് ഒരു സ്റ്റേറ്റ്മെന്റ്? A statement is the given piece of information on which we test these things. ഏതൊക്കെയാ? Assumption, conclusion, arguments, cause of action, cause and effect, അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പൊ ശരിക്കും പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എനിത്തിങ് യു സേ ഇസ് എ സ്റ്റേറ്റ്മെന്റ് എന്നാ പറയുക. അതായത് എന്താണ് നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലെ. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത്, അത് 100% ശരിയായിട്ട് വേണം നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട്. അതായത് സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് 100% ശരിയാണ്, ഓർ ഇൻ അതർ വേ അത് മാത്രമാണ് ശരി. അതായത് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയുള്ളൂ, അതിനെക്കുറിച്ച് കൂടുതലൊന്നും നമുക്കറിയില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നമുക്ക് നമ്മുടെ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ജനറൽ നോളേജ് ഇതൊന്നും ഇവിടെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമല്ല. ബിക്കോസ് ദ സബ്ജക്ട് ഈസ് വാട്ട്? എന്താ? റീസണിങ്. ഇത് GK അല്ലല്ലോ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അത് മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിയുന്നുള്ളൂ. അല്ലാതെ നമ്മുടെ GK ആയിട്ട് ഇവിടെ മിക്സ് ചെയ്തിട്ട് ഓക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു അസംഷനും നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ? സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അതാണ് ശരി, അല്ലെങ്കിൽ അത് മാത്രമാണ് ശരി, അത് മാത്രമേ നമുക്ക് ആ ഒരു സിറ്റുവേഷനെ കുറിച്ച് അറിയുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഇതാണ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൺക്ലൂഷനും അതുപോലെ തന്നെ അസംഷനുമാണ് അല്ലെ. അപ്പൊ എന്താണ് ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോ എന്താണ് കൺക്ലൂഷൻ? ദ ഫൈനൽ റിസൾട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി സേ ഈസ് ട്രൂ ബേസ്ഡ് ഓൺലി ഓൺ ദ സ്റ്റേറ്റ്മെന്റ് അല്ലെ. അതായത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണ് കൃത്യമായിട്ട് പറയാൻ പറ്റുക, എന്താണ് നമുക്കൊരു കൃത്യമായിട്ടുള്ള കൺക്ലൂഷൻ അല്ലെ, നിഗമനം പറയാൻ പറ്റുക, അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റ് 100% ശരിയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് 100% ഉറപ്പോടുകൂടെ നമുക്ക് എന്താണോ പറയാൻ പറ്റുക അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ആ സ്റ്റേറ്റ്മെന്റിൽ അത് ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇടാൻ പാടില്ല, ഒരു അസംഷൻസും ഇവിടെ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ കുറെ പ്രമൈസസ് അല്ലെങ്കിൽ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും, അതിൽ നിന്ന് 100% ഉറപ്പിച്ച് നമുക്ക് എന്താണോ പറയാൻ പറ്റുക അതാണ് കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ, നിഗമനം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? 100% ഉറപ്പിച്ച് നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അതിൽ ഒരു തരത്തിലുള്ള അസംഷൻസ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും ഒന്നും പാടില്ല. സ്റ്റേറ്റ്മെന്റിൽ എന്താണ് അതിലുണ്ടോ കൃത്യമായിട്ട് ഓക്കെ അത് ശരിയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും, അതിലില്ലേ അത് തെറ്റാണ് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ കൺക്ലൂഷൻ എന്താ? 100% ഉറപ്പോടുകൂടെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് നമുക്ക് എന്താണോ പറയാൻ പറ്റുക അതാണ് നമ്മുടെ നിഗമനം അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറയുന്നത് അല്ലെ. ഇനി നമുക്ക് അടുത്തത് നോക്കാം, എന്താണ് അസംഷൻ എന്ന് പറയുന്നത്. The word itself gives an idea. Assumption എന്ന് പറഞ്ഞാൽ അസ്യൂം ചെയ്യാണ്. അതായത് നോക്കുക, an assumption is something which is assumed or supposed and taken for granted. ഓർ നമുക്ക് പറയാം നമ്മുടെ കയ്യിൽ കുറച്ച് പ്രിമൈസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാവും, അതാണ് P1, P2, P3 എന്നൊക്കെ പറയും. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊരു കൺക്ലൂഷൻ മനസ്സിലാക്കാൻ പറ്റും. അല്ല, ആ സ്റ്റേറ്റ്മെന്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു കൃത്യമായിട്ടുള്ളൊരു കൺക്ലൂഷൻ നമുക്ക് അതിന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അസംഷൻ എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് ഈ കൺക്ലൂഷനിലോട്ട് എത്തിയല്ലോ, അത് എന്തിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്തൊക്കെ അസ്യൂം ചെയ്തിട്ടാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റുകളിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന അസംഷൻ കാണില്ല. അത് മോസ്റ്റ് ഓഫ് ദ കേസ് എങ്ങനെയായിരിക്കും? ഹിഡൻ ആയിരിക്കും, അതിൽ മറഞ്ഞിരിക്കുകയായിരിക്കും. അപ്പൊ നമ്മൾ പറയേണ്ട കാര്യം എന്താ? ആ പറയുന്ന തീരുമാനത്തിലോട്ട് എത്താൻ അവരെന്തൊക്കെയായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവുക, എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവര് അസ്യൂം ചെയ്തിട്ടുണ്ടാവുക അല്ലെ, എന്തൊക്കെ കാര്യങ്ങളായിരിക്കും അവർ വിചാരിച്ചിട്ടുണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയാ? അസംഷൻസ് എന്ന് പറയാ. അപ്പോൾ കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ 100% ഉറപ്പോടുകൂടെ നമുക്ക് തന്നിരിക്കുന്ന പ്രിമൈസസ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. എന്നാൽ അസംഷൻ ആവട്ടെ സ്റ്റേറ്റ്മെന്റുകളിൽ നമുക്കൊരു കൺക്ലൂഷൻ കിട്ടും, ആ കൺക്ലൂഷനിലോട്ട് എത്തുന്നതിന് മുന്നേ കുറച്ച് പറയാതെ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടാവും, അതാണ് നമ്മുടെ അസംഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ A1, A2, A3 എന്ന് കാണിക്കും.
അപ്പൊ കൺക്ലൂഷൻ ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അസംഷൻ ആ ഒരു തീരുമാനത്തിലോട്ടെത്തുന്നതിന് മുന്നേ അല്ലെങ്കിൽ ആ റീച്ച് ചെയ്യുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവര് അസ്യൂം ചെയ്തിട്ടുണ്ടാവുക, അതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താ ചെയ്യേണ്ടത് അല്ലേ? കമന്റിൽ പറയാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യും, അത് പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി നമുക്ക് CGL ചോദിച്ച ചോദ്യങ്ങൾ സോൾവ് ചെയ്യാം. അപ്പോൾ മേ ബി നിങ്ങളുടെ ഷിഫ്റ്റുകളൊക്കെ ചോദിച്ചായിരിക്കും. അപ്പോൾ നിങ്ങളത് പറയാം, ഓക്കെ ഇത് എൻ്റെ ഷിഫ്റ്റാണ് അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആൻസറാണ് കിട്ടിയത്, കറക്റ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമന്റിൽ പറയാവുന്നേ ഉള്ളൂ. ആൻഡ് മോർ ഓവർ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് പറയാം. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ കമന്റിൽ തന്നെ നമുക്കത് ക്ലാരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? റൈറ്റ്. അപ്പൊ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇതാണ്. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ കൺക്ലൂഷൻ ദാറ്റ് ഫോളോസ്. സോ ചോദ്യത്തിൽ കൃത്യമായിട്ട് പറഞ്ഞു കൺക്ലൂഷൻ ആണ് കണ്ടുപിടിക്കുന്നത് അല്ലെ. ഇനി നമ്മൾ പറഞ്ഞ കാര്യം എന്താ, സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അത് 100% ശരിയാണ്. സ്റ്റേറ്റ്മെന്റിൽ അവരെന്ത് പറഞ്ഞാലും അത് 100% ശരിയായിട്ട് വേണം നമ്മൾ ട്രീറ്റ് ചെയ്യാൻ. അപ്പോൾ ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? മോസ്റ്റ് ഫാർമേഴ്സ് ഇൻ ദ റീജിയൻ ഡിപ്പെൻഡ് ഓൺ മൺസൂൺ റെയിൻസ് ഫോർ ഇറിഗേഷൻ. സോ മിക്ക കർഷകരും എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? മൺസൂൺ റെയിനെയാണ്. മഴയെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? മൺസൂൺ റെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഫോർ ഇറിഗേഷൻ പർപ്പസ് എന്ന് കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. മിക്ക മോസ്റ്റ് ഫാർമേഴ്സ് ഇൻ ദ റീജിയൻ ഡിപ്പെൻഡ് ഓൺ മൺസൂൺ റെയിൻസ് ഫോർ ഇറിഗേഷൻ അല്ലെ. മൺസൂൺ റെയിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഒട്ടുമിക്ക ഫാർമേഴ്സും കർഷകരും എന്ന് 100% ഉറപ്പിച്ചിട്ട് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യമാണ്. ഇത് നമ്മൾ ഓരോ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് നോക്കാം. സോ ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താണ് പറയുന്നത്? ദ റീജിയൻ ഡസ് നോട്ട് ഹാവ് പ്രോപ്പർ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെ. ദ റീജിയൻ ഡസ് നോട്ട് ഹാവ് എന്താണ്? പ്രോപ്പർ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പൊ നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ അത്തരത്തില് അവര് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? എല്ലാ ആൾക്കാരും മൺസൂൺ റെയിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതിനർത്ഥം ഈ പറയുന്ന എന്താ ഇപ്പൊ ഉള്ള എന്താ ഇറിഗേഷൻ പരിപാടികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമുണ്ട് നമുക്കറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒന്നും അവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അല്ലേ. അവർ പറഞ്ഞത് ദ റീജിയൻ ഡസ് നോട്ട് ഹാവ് എ പ്രോപ്പർ ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇറിഗേഷൻ സെറ്റപ്പ് ഇല്ല എന്നാണ് പറയുന്നത്. പറയാൻ പറ്റുമോ? അതിനെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല എന്നുള്ളതാണ്. അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒന്നും പറയാതിരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒന്നാമത്തെ കൺക്ലൂഷൻ തെറ്റാണെന്ന് പറയാം. ഓക്കെ അല്ലേ? രണ്ടാമത്തെ നോക്കുക, വീക്ക് മൺസൂൺ മേ റെഡ്യൂസ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അപ്പോൾ ഒരു വീക്ക് മൺസൂൺ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അല്ലെ അഗ്രികൾച്ചർ ഔട്ട്പുട്ടിൽ എന്താ കുറച്ച് റിഡക്ഷൻ ഉണ്ടാവും, കുറവ് സംഭവിക്കുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കൺക്ലൂഷൻ, ഈ പറയുന്ന കൺക്ലൂഷൻ ശരിയാണോ തെറ്റാണോ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നോക്കി കാണുമ്പോൾ. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു മിക്ക കർഷകരും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ മഴയാണ്, മൺസൂൺ റെയിനെയാണ്. മിക്ക കർഷകരും ഡിപ്പെൻഡ് ചെയ്യുന്നത് മൺസൂൺ റെയിനെയാണ്. അപ്പൊ മിക്ക ആൾക്കാരെയും മൺസൂൺ റെയിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ മൺസൂൺ റെയിൻ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ എന്തുണ്ടാവാം, ഔട്ട്പുട്ട് കുറയാൻ സാധ്യതയുണ്ട് അല്ലേ. അത് തന്നെയാണ് അവർ രണ്ടാമത്തെ കൺക്ലൂഷനിൽ പറയുന്നത്. വീക്ക് മൺസൂൺ മേ റെഡ്യൂസ് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട്. അപ്പോൾ ഇത് വളരെ ഡെഫിനറ്റ് ആയിട്ട് കൃത്യമായിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് പറയാൻ പറ്റുന്ന കാര്യമല്ലേ? ആണ്. സോ ഇവിടെ രണ്ടാമത്തെ കൺക്ലൂഷൻ ശരിയാണ് എന്ന് പറയുമ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുക? ഓപ്ഷൻ ബി, ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് വുഡ് ബി ദ റൈറ്റ് ആൻസർ ഹിയർ. എന്തെങ്കിലും ഇതിൽ മനസ്സിലാവാത്തുണ്ടോ അല്ലെ? വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കുക, സ്റ്റേറ്റ്മെന്റിൽ എന്താണോ പറയുന്നത് അത് 100% ശരിയാണ്. മാത്രമല്ല കൺക്ലൂഷൻ ആകുമ്പോൾ കൃത്യമായിട്ട് ആ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് എന്താണ് പറയാൻ പറ്റുക, അതാണ് നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ ഇവിടെ എന്തായാലും എന്താണ് വരിക? ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ആൻഡ് ഹിയർ വി ഗോ. അപ്പോൾ ഇൻസ്ട്രക്ഷൻ നോക്കുക, ഐഡന്റിഫൈ ദ അസംഷൻസ് ദാറ്റ് മസ്റ്റ് ഹോൾഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ടു ബി വാലിഡ്. അപ്പൊ അസംഷൻ ആണെന്ന് മനസ്സിലായി അല്ലെ. അപ്പൊ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് പറയുന്നത്? അപ്പൊ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യങ്ങൾ 100% ശരിയാണ്, അതിലൊരു മാറ്റവും. അപ്പൊ എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? സി ദ ഡിസ്കവറി ഓഫ് എക്സോ പ്ലാനറ്റ്സ്. അപ്പൊ നമ്മുടെ സോളാർ സിസ്റ്റത്തിന് പുറമേ ഉള്ളതാണ് അല്ലെ. സോ ഇത് നമുക്ക് ആ ഒരു എക്സാക്ട് ടേം എന്താണെന്ന് പോലും അറിഞ്ഞില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബിക്കോസ് അഗെയിൻ ഞാൻ ഫോഴ്സ് ചെയ്യാണ്, ഇതെന്താ റീസണിങ് ആണ് അല്ലെ, GK അല്ല. സോ ദ ഡിസ്കവറി ഓഫ് എക്സോ പ്ലാനറ്റ്സ് in habitable zones around distant stars has provided exciting prospects for the search for extraterrestrial life. Alle, yet the vast distances and technological limitations pose significant obstacles to direct exploration. അപ്പോൾ ഒരു പറയുന്നത് എന്താ? The discovery of exoplanets അല്ലെ. അപ്പോൾ പുറമേ ഉള്ള കുറെ പ്ലാനറ്റുകൾ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും inhabitable zones around distant stars has provided exciting prospect for the search for extraterrestrial. അപ്പൊ നമ്മൾ ഈ പറയുന്ന എക്സോ പ്ലാനറ്റുകളൊക്കെ ഹാബിറ്റബിൾ ആയിട്ടുള്ള സോണുകളിൽ അത് കണ്ടുപിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എക്സൈറ്റിംഗ്, ഇറ്റ് ഹാസ് പ്രൊവൈഡഡ് വാട്ട്?
എക്സൈറ്റിംഗ് പ്രോസ്പെക്ട് ഫോർ ദ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്. അപ്പൊ വേറെ ജീവജാലങ്ങൾക്കുള്ള സാധ്യതകളിലുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എക്സോ പ്ലാനറ്റുകളിൽ, ഹാബിറ്റബിൾ സോണിൽ കാണുന്ന എക്സോ പ്ലാനറ്റുകളിൽ അല്ലെ ലൈഫിനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോഴും ദ വാസ്റ്റ് ഡിസ്റ്റൻസസ് ആൻഡ് ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ, ഭയങ്കര ദൂരെയാണല്ലോ നമുക്കറിയാം. ആൻഡ് ടെക്നോളജിക്കൽ ലിമിറ്റേഷൻ, നമ്മൾ അത്രയും അഡ്വാൻസ് ഉള്ള ടെക്നോളജിയിൽ സിഗ്നിഫിക്കന്റ് ഒബ്സ്റ്റക്കിൾസ് ടു ഡയറക്റ്റ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള ദൂരം ആയതുകൊണ്ടും, അല്ലെങ്കിൽ നമ്മുടെ ടെക്നോളജി കുറച്ച്, അല്ലെങ്കിൽ അത്ര അപ്ഡേറ്റഡ് അല്ലാത്തത് കൊണ്ടും അത് എക്സ്പ്ലോർ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് 100% ശരിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് അസംഷൻ ആണല്ലോ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിൽ അങ്ങനെ പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്? അപ്പൊ ഇവരിങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവര് അസ്യൂം ചെയ്തിട്ടുണ്ടാവുക, ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെ? അതാണ് നമ്മുടെ അസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹിഡൻ ആയിട്ടുള്ള പാർട്സ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. എക്സോ പ്ലാനറ്റ്സ് ലൊക്കേറ്റഡ് ഇൻ ഹാബിറ്റബിൾ സോൺസ് മേ ഹാവ് ദ പൊട്ടൻഷ്യൽ ടു സപ്പോർട്ട് ലൈഫ്. അപ്പോൾ ഹാബിറ്റബിൾ സോണിൽ കാണുന്ന എക്സോ പ്ലാനറ്റുകൾ മേ ഹാവ് വാട്ട് പൊട്ടൻഷ്യൽ ടു വാട്ട് സപ്പോർട്ട് ലൈഫ്, ലൈഫിനുള്ള സാധ്യത ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കുക സ്റ്റേറ്റ്മെന്റിൽ, ദ ഡിസ്കവറി ഓഫ് എക്സോ പ്ലാനറ്റ്സ് ഇൻ ഹാബിറ്റബിൾ സോൺസ് അറൌണ്ട് ഡിസ്റ്റന്റ് സ്റ്റാർസ് ഹസ് പ്രൊവൈഡഡ് എക്സൈറ്റിംഗ് പ്രോസ്പെക്ട്സ് ഫോർ ദ സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫ്. അല്ലെ, എക്സ്ട്രാ ടെറസ്ട്രിയൽ ലൈഫിനുള്ള ഒരു പ്രോസ്പെക്ട്സ് ഒക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കും, അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കുമല്ലോ അത്തരത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടാവുക ആണ്. സോ ഒന്നാമത്തെ അസംഷൻ ഇവിടെ ശരിയാണ്, വളരെ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് അല്ലെ. രണ്ടാമത്തെ അസംഷനിലോട്ട് പോവുകയാണ്. കറന്റ് ടെക്നോളജി ഈസ് ഇൻസഫിഷ്യന്റ് ടു ഡയറക്ട്ലി എക്സ്പ്ലോർ എക്സോ പ്ലാനറ്റ്സ് ഇൻ ഹാബിറ്റബിൾ സോൺസ്. The vast distances and technological limitations pose significant obstacles to direct exploration. അത് തന്നെയല്ലേ ഇവിടെ പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും കറന്റ് ടെക്നോളജി ഈസ് ഇൻസഫിഷ്യന്റ് എന്ന് അസ്യൂം ചെയ്തിട്ടാണ് അവർ അങ്ങനെ ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടാവുക. സോ രണ്ടാമത്തെ അസംഷനും ഇവിടെ ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആണോ അല്ലയോ? ഇത് നോക്കുക. മൂന്നാമത്തെ, ഡയറക്റ്റ് എക്സ്പ്ലോറേഷൻ ഓഫ് എക്സോ പ്ലാനറ്റ്സ് വിൽ ബി അൺനെസസറി ഇഫ് ഇറ്റ് ഡിറ്റക്ട് സൈൻസ് ഓഫ് ലൈഫ് റിമോട്ട്ലി. അപ്പൊ നമ്മൾ റിമോട്ടായിട്ട് ഇതൊക്കെ കാണുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഡയറക്റ്റ് എക്സ്പ്ലോറേഷൻ ആവശ്യമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അത് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുമായിട്ട് കണക്ട് ചെയ്ത കാര്യമാണെന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ പിന്നെ എന്തിനാണ് അതിനെക്കുറിച്ച് നമ്മൾ അല്ലെ ചിന്തിക്കുന്നത്? സ്വാഭാവികമായിട്ടും 1ഉം 2ഉം ആണ് ഇവിടെ ശരി വരിക. അല്ലെങ്കിൽ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ എ, ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് വുഡ് ബി ദ കറക്റ്റ് ആൻസർ ഹിയർ. ആണോ അല്ലയോ? ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷൻ ഉണ്ടോ? പറഞ്ഞ്. എനി ഡൗട്ട്, എനി കൺഫ്യൂഷൻ? റെഡി അല്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലോട്ട് പോയാലോ? അടുത്ത ചോദ്യം. ആൻഡ് യെസ്, ഇൻസ്ട്രക്ഷൻ കൃത്യമായിട്ട് നോക്കുക. ഐഡന്റിഫൈ ദ അസംഷൻസ് ദാറ്റ് മസ്റ്റ് ഹോൾഡ് ഫോർ ദ സ്റ്റേറ്റ്മെന്റ് ടു ബി വാലിഡ്. അഗൈൻ അസംഷൻ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് പറയുന്ന കാര്യം എന്താ? While the world is moving towards automation, it is essential to ensure that ethical frameworks evolved alongside technological advancements to prevent misuse. അപ്പോൾ വേൾഡ് മൊത്തം ഓട്ടോമേഷന്റെ പരിപാടികളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓട്ടോമേഷൻ ഇത്രയും വലിയ രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ എന്ത് എൻഷുർ ചെയ്യണം? എത്തിക്കൽ ഫ്രെയിംവർക്ക് ഇവോൾവ് ഓൾസോ അല്ലെ. എത്തിക്കൽ ആയിട്ടുള്ള ഫ്രെയിംവർക്കും ഇതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? ഇവോൾവ് ചെയ്യണം. ടെക്നോളജി വളരുമ്പോൾ അവിടെ കുറെ പരിപാടികൾ കൂടെ ശ്രദ്ധിക്കാനല്ലേ, കുറച്ച് എത്തിക്സ് പരിപാടികളൊക്കെ ഉണ്ട്. അല്ലാതെ മിസ്യൂസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ബാലൻസ് ഉണ്ടാവണം എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. ഒന്നുകൂടെ നോക്കുക. While the world is moving towards automation, it is essential to ensure that what ethical frameworks evolve alongside technological advancements to prevent misuse. ഇതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് 100% ശരിയാണ്. സോ ഇങ്ങനെ അവർ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം അവർ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത് അല്ലേ. അപ്പൊ ഒന്നാമത്തെ അസംഷൻ നോക്കുക. ഓട്ടോമേഷൻ ക്യാൻ ലീഡ് ടു എത്തിക്കൽ ഡിലേമാസ്. അപ്പോൾ ഓട്ടോമേഷൻ ക്യാൻ ലീഡ് ടു എത്തിക്കൽ ഡിലേമാസ്. അതുകൊണ്ട് തന്നെയാണല്ലോ while the world is moving towards automation, it is essential to ensure that what the ethical frameworks evolve. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമേഷൻ ക്യാൻ ലീഡ് ടു എത്തിക്കൽ ഡിലേമാസ്. അതുകൊണ്ട് തന്നെയാണല്ലോ അവർ അത് എൻഷുർ ചെയ്യണം, അത് പ്രോപ്പറാണ്, സെറ്റാണ് എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ അസംഷൻ ഇവിടെ ശരിയായിട്ട് നമ്മൾ പറയേണ്ടി വരും. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് വൺ, എത്തിക്കൽ ഫ്രെയിംവർക്സ് മസ്റ്റ് ബി അപ്ഡേറ്റഡ് ടു കീപ് പേസ് വിത്ത് ദ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ്. അപ്പോൾ എത്തിക്കൽ ഫ്രെയിംവർക്കും അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മൾ ടെക്നോളജി കൂടുമ്പോൾ നമ്മുടെ ഈ പ്രോപ്പറായിട്ട് എത്തിക്കൽ ഫ്രെയിംവർക്കും സെറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതിൽ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. അവർ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു എൻഷുർ ദാറ്റ് എത്തിക്കൽ ഫ്രെയിംവർക്സ് ഇവോൾവ് അലോങ്സൈഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ് ടു പ്രിവെന്റ് മിസ്യൂസ് അല്ലെ. അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടും കൂടെ ശരിയാണ്. മൂന്നാമത്തെ അസംഷൻ എന്താ? ഓട്ടോമേഷൻ വിൽ ഇവൻച്വലി റീപ്ലേസ് ഹ്യൂമൻ ലേബർ ഇൻ ഓൾ സെക്ടേഴ്സ്. ഓട്ടോമേഷൻ അല്ലെ ഇവൻച്വലി എന്ത് ചെയ്യും? ആൾക്കാരൊക്കെ റിമൂവ് ചെയ്യുന്നതാണ് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ ഇത് മേ ബി ശരിയായിരിക്കാം, ശരിയാവാതിരിക്കാം, വി ഡോണ്ട് നോ അല്ലെ. ബട്ട് ഇവിടെ GK അല്ലല്ലോ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓട്ടോമേഷൻ ഇതുപോലെ
ആൾക്കാരെ റീപ്ലേസ് ചെയ്യുമെന്ന് പറയുന്നതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊന്നും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇങ്ങനെ അവർ അസ്യൂം ചെയ്തിട്ടുണ്ടാവും എന്ന് പറയുന്ന ലോങ് ഡ്രോൺ അസംഷൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് നമുക്ക് വേണ്ട. അപ്പൊ മൂന്നാമത്തെ എന്തായാലും തെറ്റാണ്. വിച്ച് മീൻസ് ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് വുഡ് ബി ദ റൈറ്റ് ആൻസർ ഹിയർ. അല്ലെ, 1ഉം 2ഉം മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരിക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ യു നോ വാട്ട് ടു ഡു, അല്ലെ, കമന്റ് ചെയ്യാം. ഏതാണ് ചോദ്യം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിൽ തന്നെ നമുക്കത് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ സാധിക്കുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തതിലോട്ട് പോയാലോ? റൈറ്റ്. അപ്പോൾ റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ കൺക്ലൂഷൻ ദാറ്റ് ഫോളോസ്, അല്ലേ? അപ്പോൾ ഇത് കൺക്ലൂഷൻ ആണ്, നിഗമനമാണ്. അപ്പോൾ 100% ഉറപ്പിച്ച് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മുടെ കൺക്ലൂഷൻ അല്ലെങ്കിൽ നിഗമനം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ സ്റ്റേറ്റ്മെന്റ്? നോ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് എക്സ് ഫെയിൽഡ് ദ സയൻസ് എക്സാം ദിസ് ഇയർ. അപ്പൊ ക്ലാസ് എക്സിലെ ഒരു കുട്ടിയും സയൻസ് എക്സാമിന് ഈ വർഷം പൊട്ടിയിട്ടില്ല, ഫെയിൽ ആയിട്ടില്ല എന്നാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. 100% ശരിയാണ്. വി ആർ ടോക്കിംഗ് അബൌട്ട് കൺക്ലൂഷൻ. അപ്പോൾ ഉറപ്പിച്ച് ഇത് തന്നെയാണ് കാരണം എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കുട്ടിയും ക്ലാസ് എക്സിലെ സയൻസിൽ ഇത്തവണ തോറ്റില്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ നോക്കുക, എന്താണ് 100% ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കൺക്ലൂഷൻസ്. ഒന്നാമത്തെ കൺക്ലൂഷൻ എന്താ? ദ സയൻസ് എക്സാം വാസ് വെരി ഈസി. സയൻസ് എക്സാം വളരെ ഈസി. അത് മേ ബി നമുക്ക് തോന്നും ഈസി അതുകൊണ്ട് എല്ലാവരും പാസ്സായി. ബട്ട് വി ഡോണ്ട് നോ ഏതാണ് ക്ലാസ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ആ ക്ലാസ്സിലെ കുട്ടികളുടെ കപ്പാസിറ്റി നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മേ ബി അത് മൊത്തം ഈ പറയുന്ന ടോപ്പറിന്റെ ഒരു ഗ്യാങ് ആണെങ്കിലോ, ടോപ്പേഴ്സിന്റെ ഗ്യാങ് ആണെങ്കിലോ, അല്ലെ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലോ, മേ ബി അത് വേറൊരു ക്ലാസ്സിന് വൻ ദുരന്തമായിരിക്കാം ആ എക്സാം. വി ഡോണ്ട് നോ. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ലല്ലോ, പിന്നെ എന്തിനാണ് കമന്റ് ചെയ്യുന്നത്? അപ്പൊ ഇവിടെ എന്താ? സയൻസ് എക്സാം വാസ് വെരി ഈസി എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്നും ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ എന്തായിട്ടില്ല, പറഞ്ഞിട്ടില്ല. അല്ലെ, ഈസി ആയതുകൊണ്ടാണ് എല്ലാവരും ഇതുപോലെ ഫെയിൽ ആയില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. മേ ബി എല്ലാവരും പഠിച്ചിട്ടുണ്ടാവേ, നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടാവും, നല്ല പണിയെടുത്തിട്ടുണ്ടാവും, എന്നിട്ടായിരിക്കും പാസ്സായിട്ടുണ്ടാവുക. അങ്ങനെ ആയിക്കൂടെ ആ ക്ലാസ്സിലെ കാര്യം? അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും സയൻസ് എക്സാം വാസ് വെരി ഈസി എന്ന് പറയുന്നത് എന്തായാലും അത്ര നല്ല കാര്യമല്ല, അല്ലെ? വേണ്ട. ഓൾ സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് എക്സ് പാസ്ഡ് സയൻസ്. എല്ലാ കുട്ടികളും ക്ലാസ് എക്സിലെ എല്ലാ കുട്ടികളും സയൻസിൽ പാസ് ചെയ്തു. നോ സ്റ്റുഡന്റ് ഓഫ് ക്ലാസ് എക്സ് ഫെയിൽഡ് ദ എക്സാം എന്ന് പറഞ്ഞത് തന്നെയാണല്ലോ രണ്ടാമത്തെ കാര്യം. സോ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ ബി ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് ആണ് ശരി ഉത്തരം വരിക. ആണോ അല്ലയോ? റെഡി അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? അല്ലേ? അപ്പൊ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയറോടുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ അസംഷൻ ഇങ്ങനെ വിചാരിച്ചിട്ടായിരിക്കാം അവർ ആ തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. അപ്പൊ അടുത്ത നോക്കാം. ഐഡന്റിഫൈ ദ അസംഷൻ. അഗെയിൻ അസംഷൻ ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കാം. എന്താണ് സ്റ്റേറ്റ്മെന്റിൽ കൃത്യമായിട്ട് പറയുന്നത്? ഓൾദോ റീസെന്റ് അഡ്വാൻസ്മെന്റ്സ് in quantum computing have significantly improved processing speeds, the stability of quantum states remains a critical barrier to developing large scale quantum computers for practical applications. അപ്പോൾ although recent അഡ്വാൻസ്മെന്റ്സ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, അല്ലേ? അപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗിൽ ഒരുപാട് അഡ്വാൻസ്മെന്റ് റീസെന്റ് നടന്നിട്ടുണ്ട്. ഹാവ് സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ്ഡ് വാട്ട് പ്രോസസിംഗ് സ്പീഡ്. അപ്പോൾ സ്പീഡൊക്കെ ഭയങ്കര രീതിയിലുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ സ്പീഡൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, സ്റ്റേറ്റ്മെന്റിൽ പറയുന്നുണ്ട്, അല്ലെ? ആൾദോ റീസെന്റ് അഡ്വാൻസ്മെന്റ് ഇൻ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹാവ് സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ്ഡ് പ്രോസസിംഗ് സ്പീഡ്സ്, ദ സ്റ്റെബിലിറ്റി ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ് റിമെയിൻസ് എ ക്രിട്ടിക്കൽ ബാരിയർ. അപ്പൊ സ്റ്റെബിലിറ്റിക്കാണ് പ്രശ്നം. സ്പീഡൊക്കെ നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റെബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് തന്നെ റിമെയിൻസ് എ ക്രിട്ടിക്കൽ ബാരിയർ ടു ഡെവലപ്പിംഗ് ലാർജ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ലാർജ് സ്കെയിൽ പരിപാടികളിൽ കുറച്ച് പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ അസംഷൻ നമ്മൾ നോക്കുകയാണ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹോൾഡ്സ് ദ പൊട്ടൻഷ്യൽ ഫോർ ഫാസ്റ്റർ ഡാറ്റ പ്രോസസിംഗ് ദാൻ ക്ലാസിക്കൽ കമ്പ്യൂട്ടിംഗ്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഇത് എവിടെയെങ്കിലും ഹിഡൻ ആയിട്ടിരിക്കുന്നുണ്ടോ? ഹാവ് സിഗ്നിഫിക്കന്റ്ലി ഇംപ്രൂവ്ഡ് പ്രോസസിംഗ് സ്പീഡ് വളരെ രീതിയിൽ കൂടിയിട്ടുണ്ട്. സോ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഹോൾഡ്സ് ദ പൊട്ടൻഷ്യൽ, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട് പൊട്ടൻഷ്യൽ ഫോർ ഫാസ്റ്റർ ഡാറ്റ പ്രോസസിംഗ് ദാൻ ക്ലാസിക്കൽ വാട്ട് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഒരു തെറ്റുമില്ല. കൃത്യമായിട്ട് ഇത് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഒന്നാമത്തെ എന്തായാലും കറക്റ്റ് ആയിട്ടുള്ള അസംഷനാണ്. രണ്ടാമത്തെ നോക്കുക. ക്വാണ്ടം സ്റ്റേറ്റ്സ് ആർ ഇൻഹെറന്റ്ലി അൺസ്റ്റേബിൾ മേക്കിംഗ് ലാർജ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അൺഫീസിബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ ലാർജ് സ്കെയിൽ കമ്പ്യൂട്ടിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് കുറച്ച് ഫീസിബിൾ അല്ല, അല്ലേ? അൺഫീസിബിൾ ആണ്, ഫീസിബിൾ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് തന്നെയല്ല അവരും പറഞ്ഞത്. ദ സ്റ്റെബിലിറ്റി ഓഫ് ക്വാണ്ടം സ്റ്റേറ്റ്സ് റിമെയിൻസ് എ ക്രിട്ടിക്കൽ ബാരിയർ ടു ഡെവലപ്പിംഗ് ലാർജ് സ്കെയിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഫോർ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ. സോ സ്വാഭാവികമായിട്ടും രണ്ടാമത്തെയും നമുക്ക് ഇവിടെ അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. മൂന്നാമത്തെ നോക്കുക.
recent advancements in quantum computing have resolved the issue of quantum state stability. Recent advancements in quantum computing have resolved the issue of quantum state stability. അതിനെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇവിടെ അഡ്വാൻസ്മെന്റിൽ ഈ പറഞ്ഞ പോലെ സ്റ്റെബിലിറ്റിക്കൊക്കെ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ? ഇല്ല. സോ ഇതെന്തായാലും തെറ്റായിരിക്കും. സോ ആൻസർ ഈസ് അഗെയിൻ വാട്ട്? ഓപ്ഷൻ എ. ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് ഇവിടെ ശരി ഉത്തരം വരിക. ആണോ അല്ലയോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷനോ ഉണ്ടോ? റൈറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ആൻഡ് ഹിയർ വി ഗോ. നോക്കുക, ഐഡന്റിഫൈ ദ അസംഷൻ. അഗെയിൻ അസംഷൻ തന്നെയാണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഓരോ വാക്കും മനസ്സിലാക്കുക. ദ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ടു കർബ് ദ ഗ്രോയിങ് എൻവയോൺമെന്റൽ കൺസേൺസ്. അപ്പോൾ ദ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻ അല്ലെ? ഗവൺമെന്റ് എന്ത് ചെയ്തു? സ്ട്രിക്റ്റർ റെഗുലേഷൻ ഇംപ്ലിമെന്റ് ചെയ്തു അല്ലെ? ഡിസൈഡഡ്, തീരുമാനിച്ചു ടു ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ടു കർബ് ദ ഗ്രോവിംഗ് എൻവയോൺമെന്റൽ കൺസേൺ. അപ്പൊ എൻവയോൺമെന്റൽ കൺസേണിനെ കർബ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ് അവർ? സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ കൊണ്ടുവന്നു അല്ലെ? ഇംപ്ലിമെന്റ് ചെയ്തു ആണല്ലോ. ഇതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്ന കാര്യം. ഇനി എന്തൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം, അസ്യൂം ചെയ്തിട്ടുണ്ടായിരിക്കാം അവരെങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അതാണ് നമുക്ക് നോക്കണം അല്ലെ? സോ ലെറ്റ് us get into the first assumption. Industrial pollution is a significant cause of environmental degradation. അപ്പൊ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷന് ഒരു കാരണക്കാരനാണ്, അല്ലെങ്കിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു കാരണക്കാരനാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് കാരണക്കാരനല്ലെങ്കിൽ ഇത് ഗവൺമെന്റ് മൈൻഡ് ചെയ്യില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഓക്കെ ഇത് പ്രശ്നക്കാരാണ്, അതുകൊണ്ട് ഒരു സ്ട്രിക്ട് റെഗുലേഷൻ കൊടുക്കാമെന്നായിരിക്കുമല്ലോ ഗവൺമെന്റ് അവിടെ വിചാരിച്ചിട്ടുണ്ടാവുക. ആണ്. ദ ഗവൺമെന്റ് ഹസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ വാട്ട് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പ്രശ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ. സോ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇസ് എ സിഗ്നിഫിക്കന്റ് കോസ് ഓഫ് എൻവയോൺമെന്റൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. അത് അസ്യൂം ചെയ്തിട്ട് തന്നെയാണ്. രണ്ടാമത്തെ നോക്കുക, സ്ട്രിക്റ്റർ റെഗുലേഷൻസ് വിൽ റെഡ്യൂസ് ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കുറയ്ക്കുമെന്ന് അസ്യൂം ചെയ്തിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇത് എന്തായാലും അല്ലെങ്കിൽ എന്താ പറയാ, ഒരിക്കലും നടക്കരുത്, പൊട്ടിപ്പോവും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യോ? ഇല്ല. അപ്പൊ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ അസ്യൂം ചെയ്യാറുള്ളൂ. അപ്പൊ രണ്ടാമത്തെയും നമുക്ക് ശരിയായിട്ട് പറയാം. എൻവയോൺമെന്റൽ കൺസേൺസ് ആർ പ്രൈമർലി റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ശ്രദ്ധിക്കുക, മേ ബി ശരിയായിട്ടൊക്കെ തോന്നാം. ആൻഡ് അഗെയിൻ എല്ലാം ശരിയാണെന്നുള്ള ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ എൻവയോൺമെന്റൽ കൺസേൺസ് ആർ പ്രൈമർലി, പ്രധാനമായിട്ടും റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. സോ ദ ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. ഇതിൽ മാത്രമാണോ എന്ന് നമുക്കറിയോ? വി ഡോണ്ട് നോ. അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇത് മാത്രമാണെങ്കിൽ ഓക്കെ, അതിനായിരിക്കും പ്രൈമറി കൺസേൺ അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ നമുക്ക് പറയാം. ബട്ട് ഇവിടെ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ദി ഗവൺമെന്റ് ഹാസ് ഡിസൈഡഡ് ടു ഇംപ്ലിമെന്റ് സ്ട്രിക്റ്റർ റെഗുലേഷൻസ് ഓൺ ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ. മേ ബി വേറെയും പരിപാടികളിലൊക്കെ സ്ട്രിക്റ്റർ റെഗുലേഷൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇവരിപ്പോ ഇത് മാത്രമേ പറഞ്ഞിട്ടുണ്ടാവാം, പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ആയിരിക്കും. വി ഡോണ്ട് നോ ആക്ച്വലി. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇവർ പറഞ്ഞ എന്താ? എൻവയോൺമെന്റൽ കൺസേൺസ് ആർ പ്രൈമർലി റിലേറ്റഡ് ടു ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ആക്ച്വലി സ്റ്റേറ്റ്മെന്റിൽ ഇല്ല. സോ സ്വാഭാവികമായിട്ടും നമുക്കിത് ഒഴിവാക്കാം. സോ അഗെയിൻ ഓപ്ഷൻ എ ആണ്. ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് വുഡ് ബി ദ റൈറ്റ് ആൻസർ ഹിയർ. ആണോ അല്ലയോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷൻ ഉണ്ടോ? പ്ലീസ് ടെൽ മീ. റെഡി അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? ആൻഡ് യെസ്, നോക്കുക, ഐഡന്റിഫൈ ദ അസംഷൻ. വീണ്ടും അസംഷൻ ആണ്. നോക്കുക സ്റ്റേറ്റ്മെന്റ്. The rapid advancement of automation and artificial intelligence could lead to significant job displacement. But it also presents an opportunity to create new jobs in what emerging industries എന്നാണ് പറയുന്നത്. So the rapid advancement of automation അതുപോലെ തന്നെ AI പോലെയുള്ള പരിപാടികൾ കാരണം could lead to significant job displacement അല്ലെ? ജോലിയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം എന്നാണ് പറയുന്നത്. But it also presents an opportunity. But again, ഇത് വേറൊരു ഓപ്പർച്യൂണിറ്റി കൂടെ തുറന്ന് കാണിക്കുന്നുണ്ട്. എന്താ? It also presents an opportunity to create new jobs in emerging industry. അപ്പൊ പുതുതായിട്ട് വരുന്ന ഇൻഡസ്ട്രികളിലൊക്കെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റികൾ പ്രൊവൈഡ് ചെയ്യാനും ഈ പറയുന്ന AI പോലുള്ള പരിപാടികൾക്ക് സാധിക്കുമെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അത് 100% ശരിയാണ്. അപ്പോൾ AI വരുമ്പോൾ ജോലി പോകുമെന്ന് പറയുന്നുണ്ട്, എന്നാൽ പുതിയ എമർജിംഗ് ഇൻഡസ്ട്രിയിൽ ജോലി വരുമെന്ന് പറയുന്നുണ്ട്. ഇത് മാത്രമേ പറയുന്നുള്ളൂ എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി എന്തൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം ഇവർ ഈ രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവാന്നുള്ളതാണ് നമ്മുടെ അസംഷൻ. സോ ആദ്യത്തെ അസംഷൻ, ഓട്ടോമേഷൻ ആൻഡ് AI കുഡ് കോസ് ജോബ് ലോസസ് ഇൻ സം സെക്ടേഴ്സ്. ഓട്ടോമേഷനും അതുപോലെ തന്നെ AIയും ജോലികളെ ബാധിക്കാം ചില സെക്ടറുകളിൽ എന്നാണ് പറയുന്നത് അല്ലെ? അപ്പോൾ ദ റാപ്പിഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കുഡ് ലീഡ് ടു സിഗ്നിഫിക്കന്റ് ജോബ് ഡിസ്പ്ലേസ്മെന്റ് എന്നവർ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് പറയാം? ഇത്
അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെ ജോലിയൊക്കെ ബാധിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക അസംഷനിൽ. ഓക്കെ, ഒന്നാമത്തെ ശരിയാണ്. ന്യൂ ഇൻഡസ്ട്രീസ് വിൽ എമേർജ് ആസ് എ റിസൾട്ട് ഓഫ് ഓട്ടോമേഷൻ ആൻഡ് AI. But it also presents an opportunity to create new jobs in emerging industry. അത് തന്നെയല്ലേ അസ്യൂം ചെയ്തിട്ടുണ്ടാവുക. സോ ന്യൂ ഇൻഡസ്ട്രീസ് വിൽ എമേർജ്, അല്ലെ പുതിയ ഇൻഡസ്ട്രികൾ വരും ആസ് എ റിസൾട്ട് ഓഫ് AI എന്നുള്ളത് എന്തായാലും നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. രണ്ടും ഇവിടെ ശരിയായിട്ടുള്ള കാര്യം തന്നെയാണ്, അസംഷൻ അല്ലെ. മൂന്നാമത്തെ നോക്കാം. ദ ഡിസ്പ്ലേസ്മെന്റ് കോസ്ഡ് ബൈ ഓട്ടോമേഷൻ ഈസ് ടെമ്പററി. അപ്പോൾ ഈ ഓട്ടോമേഷൻ കാരണം ജോലി പോകുന്നതൊക്കെ കുറച്ച് ടെമ്പററി ആണ്. ആൻഡ് വിൽ ബി റിവേഴ്സ്ഡ് ബൈ ന്യൂ ഇൻഡസ്ട്രീസ്. പുതിയ ഇൻഡസ്ട്രി വരുമ്പോൾ അതൊക്കെ സെറ്റ് അടിപൊളിയാവുന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ അത് താൽക്കാലികമാണ്. ഇതൊക്കെ ഓട്ടോമേഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാവുന്ന പറയുന്നത്. ആ രീതിയിൽ സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞിട്ടുണ്ടോ? ബട്ട് ഇറ്റ് ആൾസോ പ്രസൻസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ക്രിയേറ്റ് ന്യൂ ജോബ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇത് എന്താ പറയുക, ദ ഡിസ്പ്ലേസ്മെന്റ് കോസ്റ്റ് ഓട്ടോ അത് ടെമ്പററി ആണെന്നും താൽക്കാലികമാണെന്നും അല്ലെങ്കിൽ പുതു വരുമ്പോൾ എല്ലാം സെറ്റ് ആവുന്നൊന്നും ഇവിടെ ആരും ഒന്നും പറഞ്ഞില്ല, അല്ലേ. അപ്പോൾ ഈ രീതിയിലുള്ള അസംഷൻ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. സോ അഗെയിൻ ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് ശരി ഉത്തരം വരിക. ആണോ അല്ലയോ? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ടെൽ മീ. റെഡി ആണെങ്കിൽ അടുത്തതിലോട്ട് പോയാലോ? ഓക്കെ, ആൻഡ് അഗൈൻ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, കാരണം ഒരുപാട് പേര് തെറ്റിക്കുന്ന ടോപ്പിക്കുകളിൽ ഒന്നാണ് നമ്മുടെ, അല്ലെ, ഈ തരത്തിലുള്ള ചോദ്യങ്ങൾ. അപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്, ലൈക്ക് ഇതിന്റെ വീഡിയോ ചെയ്യണം. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യുന്ന കാര്യം 100% നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും വേണം. സോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങളത് ചോദിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ടെലിഗ്രാമിലും എന്നോട് ചോദിക്കാവുന്നതേ ഉള്ളൂ. സോ ടെലിഗ്രാമിൽ റീസണിങ് വിത്ത് അരുൺ ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനൽ കാണും. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാം. ഓർ നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ തന്നെ ചോദിക്കാം. ഓറൽസ് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് അതിൽ നിന്ന് അരുൺ ബാലെന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കിട്ടും. നിങ്ങൾക്ക് ഈ പറയുന്ന ചോദ്യങ്ങളിലെ ഡൗട്ടുകളൊക്കെ നമുക്ക് ക്ലാരിഫൈ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? റൈറ്റ്. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. Read the following statement carefully and identify the conclusion that follows. അല്ലെ, കൺക്ലൂഷൻ ആണ്, നിഗമനമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ നോക്കുക, സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദ ന്യൂ ലോ, പുതിയ നിയമപ്രകാരം സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ പബ്ലിക് ഏരിയാസ്. പുകവലി പൊതുസ്ഥലത്ത് പറ്റില്ല, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, അല്ലെ. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം 100% ശരിയാണ്. ഓർ ഇൻ അതർ വേ അത് മാത്രമാണ് ശരി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് കൺക്ലൂഷൻ, അല്ലെ? പീപ്പിൾ ക്യാൻ സ്മോക്ക് ഇൻ പ്രൈവറ്റ് പ്ലേസസ്. അപ്പോൾ ആൾക്കാർക്ക് പ്രൈവറ്റ് പ്ലേസുകളിൽ വലിക്കാം. പുതിയ നിയമപ്രകാരം സ്മോക്കിംഗ് പബ്ലിക് പ്ലേസിൽ പ്രൊഹിബിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. പബ്ലിക് സ്പേസിൽ പ്രൊഹിബിറ്റ് ചെയ്തിട്ടില്ലാന്നോ ചെയ്തിട്ടുണ്ടോന്നോ ഒന്നും നമുക്കറിയില്ല. അപ്പം നമ്മൾ അസംഷൻ ചെയ്യണം, അസ്യൂം ചെയ്യണം നമ്മൾ. ഓക്കെ, മേ ബി അവിടെ പറ്റില്ലെങ്കിൽ ഇവിടെ പറ്റുമായിരിക്കും. ഇത് അസംഷനാണ്, ഇത് അതല്ലല്ലോ ചോദ്യം, കൺക്ലൂഷനാണ്. അപ്പോൾ പ്രൈവറ്റ് പ്ലേസിൽ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിയില്ല. അറിയാത്ത കാര്യത്തെക്കുറിച്ച് നമുക്ക് എന്തിനാണ് ശങ്ക? വേണ്ട, അറിയില്ല, തെറ്റ്. സ്മോക്കിംഗ് ഈസ് ഹാംഫുൾ ടു പബ്ലിക് ഹെൽത്ത്. സ്മോക്കിംഗ് പബ്ലിക് ഹെൽത്തിന് ദോഷം ചെയ്യുന്നതാണ് പറയുന്നത്, അല്ലെ. 100% ദോഷം ചെയ്യും, നമുക്കറിയാം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ബട്ട് അഗെയിൻ സ്റ്റേറ്റ്മെന്റിനെ നോക്കിയിട്ട് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ അത് പറയുന്നുണ്ടോ? അക്കോർഡിംഗ് ടു ദ ന്യൂ ലോ സ്മോക്കിംഗ് ഈസ് പ്രൊഹിബിറ്റഡ് ഇൻ പബ്ലിക് പ്ലേസസ് എന്നാണ് പറയുന്നത്. പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഹാംഫുൾ ആണ് പബ്ലിക് ഹെൽത്തിന് എന്നിവിടെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. സോ വിച്ച് മീൻസ് എന്തായിരിക്കും നമ്മുടെ ആൻസർ വരിക? ഓപ്ഷൻ ഡി, neither 1 nor 2 follows would be the correct answer here. അല്ലെ, രണ്ടും തെറ്റാണെന്നേ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ ഐഡന്റിഫൈ ദ അസംഷൻ. അഗെയിൻ അസംഷൻ ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ദ ഹിമാലയൻ മലനിരകൾ, അല്ലെ, ദ ഹിമാലയാസ് ആക്ട് ആസ് എ നാച്ചുറൽ ബാരിയർ ദാറ്റ് പ്രിവെന്റ്സ് ദ മൺസൂൺ വിൻഡ്സ് ഫ്രം റീച്ചിങ് ദ northern plains, അല്ലെ. ഓക്കെ, thereby creating a dry region in the rain shadow area. അപ്പോൾ ഹിമാലയൻ ആക്ട് ആസ് എ നാച്ചുറൽ ബാരിയർ, അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ, ഒരു കവർ ചെയ്യുന്ന പോലെ ആക്ട് ചെയ്യാണ്. ദാറ്റ് പ്രിവെന്റ്സ് വാട്ട്? എന്താണ് പ്രിവെന്റ് ചെയ്യുന്നത്? ഹിമാലയൻസ് മൺസൂൺ മീൻസ് ഫ്രം റീച്ചിങ് ദ നോർത്തേൺ പ്ലെയിൻ, അല്ലെ. thereby creating a dry region in the rain shadow area. അപ്പോൾ റെയിൻ ഷാഡോ ഏരിയയിൽ ഒരു ഡ്രൈ റീജിയൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ, എന്തൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം? അസ്യൂം ചെയ്തിട്ടായിരിക്കാം അവരങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പൊ അസംഷൻ നോക്കുക. ദ ഹിമാലയാസ് പ്രിവെന്റ് മൺസൂൺ വിൻഡ്സ് ഫ്രം റീച്ചിങ് സർട്ടൻ ഏരിയാസ്. ദ ഹിമാലയാസ് ആക്ട് ആസ് എ നാച്ചുറൽ ബാരിയർ ദാറ്റ് പ്രിവെന്റ്സ് ദ മൺസൂൺ വിൻഡ്സ് ഫ്രം റീച്ചിങ് ദ നോർത്തേൺ പ്ലെയിൻസ്. സ്വാഭാവികമായിട്ടും ദ ഹിമാലയൻസ് പ്രിവെന്റ്സ് മൺസൂൺ വിൻഡ്സ് ഫ്രം റീച്ചിങ് സർട്ടൻ ഏരിയാസ് എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്തായാലും ശരിയായിട്ടുള്ള അസംഷൻ തന്നെയാണ്. രണ്ടാമത്തെ അസംഷൻ, the rain shadow effect leads to dry conditions in some regions, അല്ലെ, specific regions.
thereby creating a dry region in the rain shadow area. Rain shadow area dry region create ചെയ്യുന്നുണ്ട്. So the rain shadow effect leads to dry condition in specific region. അതുകൊണ്ടല്ലേ അവർ പറഞ്ഞത് thereby creating a dry region in the rain shadow area. അപ്പോൾ rain shadow area സ്വാഭാവികമായിട്ടും that effect leads to dry condition എന്ന് പറയുന്നതിൽ എന്താണ് പ്രശ്നം? ഇത് അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കാം അവർ അത്തരത്തിൽ കമന്റ് ചെയ്തിട്ടുണ്ടാവുക. Monsoon winds are the sole cause of rainfall in the northern plains. മൺസൂൺ വിൻഡ് ആണ് സോൾ കോസ്, ഒരേ ഒരു കോസ് എന്നൊക്കെ അതിനെ പറയും, നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഇത് തെറ്റാണ്, മൂന്നാമത്തെ തെറ്റാണ്. സോ അഗെയിൻ ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. അല്ലേ? റെഡി അല്ലേ? ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? റെഡിയാണോ? ഓക്കെ. സോ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ആൻഡ് യെസ്, നോക്കുക, അസംഷൻ ആണല്ലേ, ഐഡന്റിഫൈ ദ അസംഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് അവർ അസംഷനിൽ പറഞ്ഞത് നോക്കുക. The advancement of biotechnology has the potential to revolutionize medicine by allowing for the development of personalized treatments. But it also raises what ethical questions regarding genetic manipulation and the potential for inequality in access to these treatments. അപ്പോൾ ബയോടെക്നോളജിയിലെ അഡ്വാൻസ്മെന്റ് has the potential, അതിന് കുറച്ച് പൊട്ടൻഷ്യൽ ഉണ്ട്, to revolutionize medicine by allowing for the development of പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ്. അല്ലേ? അപ്പോൾ ബയോടെക്നോളജി പറയുന്ന പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് പരിപാടികളൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ്. ബട്ട് അങ്ങനെയൊക്കെ ആണെങ്കിലും ഇതിന് ഇങ്ങനത്തെ ഗുണങ്ങളുണ്ടെങ്കിലും ബട്ട് ഇറ്റ് ഓൾസോ റേസസ് എത്തിക്കൽ ക്വസ്റ്റ്യൻസ്. ചില എത്തിക്കൽ ക്വസ്റ്റ്യനെ അവിടെ നമുക്ക് ഉയർന്നു വരുന്നുണ്ട്. എന്തൊക്കെയാണ്? റിഗാർഡിംഗ് ജനറ്റിക് മാനിപ്പുലേഷൻ ആൻഡ് ദ പൊട്ടൻഷ്യൽ ഫോർ ഇൻഇക്വാലിറ്റി ഇൻ ആക്സസ് ടു ദീസ് ട്രീറ്റ്മെന്റ്. അപ്പോൾ അതിലുള്ള ഇൻഇക്വാലിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എല്ലാവർക്കും അത് അല്ലെ പൈസ ഉള്ള ആൾക്കാർക്ക് കിട്ടുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് GQ ഒന്നുമല്ല. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിൽ നിന്ന്, അല്ലാതെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവൊന്നും വേണ്ട ആവശ്യമില്ല. അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് അസംഷൻ നമുക്ക് നോക്കാം. ബയോടെക്നോളജി ഹാസ് ദ പവർ ടു ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ്. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞ കാര്യമാണ്. ദ അഡ്വാൻസ്മെന്റ് ഓഫ് ബയോടെക്നോളജി ഹാസ് ദ പൊട്ടൻഷ്യൽ ടു റെവല്യൂഷനൈസ് മെഡിസിൻ ബൈ അലോയിങ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണലൈസ്ഡ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒന്നാമത്തെ അസംഷൻ ശരിയായിട്ട് നമുക്ക് പറയേണ്ട വരും. Now coming to the second one, the ethical implications of biotechnology need to be addressed to prevent misuse. But it also raises ethical questions regarding genetic manipulation. അപ്പോൾ അവർ കൺസേൺഡ് ആണ് ഇതിനെക്കുറിച്ച്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കണമെന്ന് അസ്യൂം ചെയ്തിട്ട് തന്നെ ആയിരിക്കില്ലേ? അപ്പോൾ എന്തായാലും ഇത് ശരിയാണ്. ബയോടെക്നോളജി വിൽ ബി accessible to everyone, ensuring equality in treatment access. സ്വാഭാവികമായിട്ടും ഇത് കോൺട്രാഡിക്ട് ചെയ്യാണ്. സ്റ്റേറ്റ്മെന്റിൽ ആ ഒരു കൺസേൺ ആയിട്ട് പറഞ്ഞതാ ഇതെല്ലാവർക്കും കിട്ടുമെന്നുള്ള കാര്യങ്ങളൊക്കെ, അല്ലേ? അപ്പോൾ ഇതെന്തായാലും തെറ്റാണ്. സോ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് ശരി ഉത്തരം വരിക. അല്ലേ? എല്ലാത്തിലും ഓപ്ഷൻ എയൊക്കെയാണ് കാണുന്നത്. അഗെയിൻ ഇത് എക്സാമിൽ ചോദിച്ചതല്ലേ, നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എന്താ? അഗെയിൻ കൺക്ലൂഷൻ ആണെന്ന് പറഞ്ഞു, അല്ലേ? റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ കൺക്ലൂഷൻ ദാറ്റ് ഫോളോസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കുക. ദ എക്കോണമി ഗ്രൂ ബൈ 8% ദിസ് ഇയർ. നമ്മുടെ എക്കോണമി എന്ത് ചെയ്തിട്ടുണ്ട്? വളർന്നു ബൈ 8%, 8% ദിസ് ഇയർ. ഹയസ്റ്റ് ഇൻ എ ഡെക്കേഡ്. ഈ പറയുന്ന ഡെക്കേഡിൽ ഏറ്റവും ഉയർന്ന ഇൻക്രിമെന്റ് ആണ്, അല്ലേ? എക്കോണമി ഗ്രൂ ബൈ 8% ദിസ് ഇയർ, ദ ഹയസ്റ്റ് ഇൻ എ ഡെക്കേഡ്. ഈ ഡെക്കേഡിൽ ഏറ്റവും ഉയർന്ന ഒരു ഗ്രോത്ത് ആണെന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, ശരിയാ. സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ കാര്യം 100% ശരിയായിട്ടുള്ള കാര്യമാണ്. നൗ കൺക്ലൂഷൻസ് എന്തൊക്കെയാണ്? എക്കോണമിക് റിഫോംസ് ഹാവ് ബീൻ സക്സസ്ഫുൾ. അപ്പോൾ അവിടെ എക്കണോമിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ, അതായത് എക്കണോമിക് റിഫോംസ് ഒക്കെ ഉണ്ടല്ലോ, അത് സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഗവൺമെന്റ് ആയിരിക്കാം, അല്ലേ? അപ്പോൾ ഗവൺമെന്റിന്റെ സ്വാഭാവികമായിട്ടും പ്ലാൻസ് എല്ലാം സക്സസ്ഫുൾ ആയി, അതുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ 8% ഉയർന്നു എന്നാണ് പറയുന്നത്. എപ്പോഴും ഒരു പെർസെൻറ്റേജ് ഇൻക്രിമെന്റ് കാണുമ്പോൾ അത് സക്സസ്ഫുൾ ആണോ അല്ലയോ എന്നറിയാൻ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടാർഗറ്റ് വേണം, അല്ലെങ്കിൽ കറന്റ്ലി അത് എത്രയായിരുന്നു എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. ഇതൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ 8% ഗ്രൂ ചെയ്തു എന്ന് പറയുമ്പോൾ വാട്ട് ഇഫ് ആ പറയുന്ന എക്കോണമി ഭയങ്കര മോശമായിരുന്നു കുറേ വർഷങ്ങളായിട്ട് വിചാരിക്കുക. അപ്പോൾ 8% കൂടിയാലും മൊത്തത്തിൽ നോക്കുമ്പോൾ മോശം തന്നെയാണ് അവസ്ഥ, ആയിക്കൂടെ? അപ്പോൾ ഇത് സക്സസ്ഫുൾ ആണെന്ന് പറയാൻ പറ്റൂല, മോശം തന്നെയാണ്, ബെറ്റർ ആയിട്ടുള്ള മോശം തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോഴും മോശമാണ്. സക്സസ്ഫുൾ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സക്സസ്ഫുൾ ആവുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്നാൽ നല്ല രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിലുള്ള അഡ്വാൻസ്മെന്റ് ഒക്കെ നമുക്ക് കാണണം, അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കൺക്ലൂഷനാണ് സംഭവം, അസംഷൻ അല്ല. സോ എക്കോണമിക് റിഫോംസ് ഹാവ് ബീൻ സക്സസ്ഫുൾ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ. ചിലപ്പോൾ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ ഫൈൻ, പെർഫെക്റ്റ് ആയിരുന്നു. ബട്ട് ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വുഡ് സേ നോ. നിങ്ങളും അല്ല പറയുള്ളൂ. യെസ്. അത് നോക്കുക. ഗ്രോത്ത് ഇൻ പ്രീവിയസ് ഇയേഴ്സ് വാസ് ബിലോ 8%.
മുമ്പത്തെ വർഷങ്ങളിൽ ഗ്രോത്ത് 8% കുറവായിരുന്നു. The economy grew by 8% this year, the highest in a decade എന്നാ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നത്തെ വർഷങ്ങളിൽ കുറവായിരിക്കും അല്ലേ? അപ്പോൾ അത് ശരിയാക്കി കൂടെ. ശരിയാണ്. സോ ഓപ്ഷൻ ബി ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. ഓപ്ഷൻ ബി ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷനോ നിങ്ങൾക്ക് ഇതിലുണ്ടോ? ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ മനസ്സിലാവാത്തുണ്ടോ? പറഞ്ഞേ. ഓക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. റെഡി അല്ലേ? അപ്പോൾ അടുത്ത് നോക്കിയാലോ. റൈറ്റ്. ഐഡന്റിഫൈ ദ അസംഷൻ ആണ്. അസംഷൻസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഡെസ്പൈറ്റ് ഇൻക്രീസിങ് കൺസ്യൂമർ ഇൻട്രസ്റ്റ്. അപ്പോൾ കൺസ്യൂമർ ഇൻട്രസ്റ്റ് നന്നായിട്ട് കൂടിയിട്ടും ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ സ്റ്റിൽ സിഗ്നിഫിക്കൻ്റ്ലി മോർ എക്സ്പെൻസീവ് ദാൻ ഗ്യാസോലിൻ പവേർഡ് വെഹിക്കിൾസ്. അപ്പോൾ കൺസ്യൂമർ ഇൻട്രസ്റ്റ് വളരെ രീതിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൂടിയിട്ടും ഇലക്ട്രിക് വെഹിക്കിൾസ് ആർ സ്റ്റിൽ സിഗ്നിഫിക്കൻ്റ്ലി മോർ എക്സ്പെൻസീവ്. നമുക്കറിയാം അല്ലേ, ഭയങ്കര വില കൂടുതലാണ് ദാൻ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ പവേർഡ് വെഹിക്കിൾസ്. ആൻഡ് നോക്കുക, അവർ പറയുന്ന എക്സ്ട്രാ കാര്യം എന്താ? ആൻഡ് സബ്സിഡീസ് ആർ എസെൻഷ്യൽ ടു ബൂസ്റ്റ് ദർ അഡോപ്ഷൻ. അപ്പോൾ ജനങ്ങളിലോട്ട് എത്താൻ വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ അഡോപ്ഷൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാ ആൾക്കാർക്കും അത് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് സബ്സിഡി കൊടുക്കുന്നത് നല്ല പരിപാടിയാണ് എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്. അപ്പോൾ എന്തൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം, അസ്യൂം ചെയ്തിട്ടായിരിക്കാം അവർ ആ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഒന്നാമത്തെ അസംഷൻ നോക്കുക. ദ പ്രൈസ് ഡിഫറൻസ് ഇസ് എ മേജർ ബാരിയർ ടു വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ്. അപ്പോൾ പ്രൈസ് ഡിഫറൻസ് ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ബാരിയർ എന്നാണ് പറയുന്നത്. പ്രൈസ് ഡിഫറൻസ് ആണ് ഇവിടെ മേജർ ആയിട്ടുള്ള ഒരു ബാരിയർ ആണ് ടു വൈഡ് സ്പ്രെഡ് അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമല്ലേ? അത് തന്നെയാണല്ലോ സ്റ്റേറ്റ്മെന്റിൽ വളരെ ക്ലാരിറ്റിയോടുകൂടെ അവർ പറഞ്ഞത്. പ്രശ്നം എന്താണ്? എക്സ്പെൻസീവ് ആണല്ലോ, ഭയങ്കര പൈസയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രൈസ് ഡിഫറൻസ് തന്നെയാണ് പ്രശ്നം എന്ന് അസ്യൂം ചെയ്തിട്ട് തന്നെയാണ്. പക്ക കറക്റ്റ് ആണ്. സബ്സിഡീസ് ക്യാൻ മേക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് അഫോർഡബിൾ ഫോർ കൺസ്യൂമേഴ്സ്. സബ്സിഡീസ് കൊണ്ടുവന്നാൽ ആർ എസെൻഷ്യൽ ടു ബൂസ്റ്റ് ദർ അഡോപ്ഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരിലോട്ടും എത്തിക്കാൻ സബ്സിഡീസ് ആവശ്യമാണ് എന്ന് സ്റ്റേറ്റ്മെന്റിൽ പറയുമ്പോൾ അവരെന്തായിരിക്കും അസ്യൂം ചെയ്തിട്ടുണ്ടാവുക? സബ്സിഡീസ് ക്യാൻ മേക്ക് ഇലക്ട്രിക് വെഹിക്കിൾസ് അഫോർഡബിൾ ഫോർ കൺസ്യൂമേഴ്സ് തന്നെയാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ടും ശരിയാണ്. മൂന്നാമത്തെ അസംഷൻ നോക്കാം. ദ അഡോപ്ഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് വിൽ സിഗ്നിഫിക്കൻ്റ്ലി റിഡ്യൂസ് കാർബൺ എമിഷൻസ്. നമുക്കറിയാം അത് ശരിയാണ്. പക്ഷേ പെട്രോളിൽ ഈ പറയുന്ന പോലെ കാർബൺ എമിഷൻ ഉണ്ട് എന്ന് നമ്മുടെ GK ആണ് നമ്മളത് പറയിപ്പിക്കുന്നത്. ഇത് വേറെ പരിപാടിയാണ് അല്ലേ? ഇത് റീസണിങ് ആണ്. ഇവിടെ സ്റ്റേറ്റ്മെന്റിൽ അത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ പറയാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ചിന്തിക്കേണ്ട. അപ്പം എന്താണ്? ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് ശരി ഉത്തരം വരിക. ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആവുക. ഓക്കെ ആണോ? റൈറ്റ്. അടുത്ത നോക്കുക. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് കെയർഫുള്ളി ആൻഡ് ഐഡന്റിഫൈ ദ കൺക്ലൂഷൻ ദാറ്റ് ഫോളോസ്. വീണ്ടും കൺക്ലൂഷൻ ആണ്, നിഗമനമാണ്, ഉറപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എന്താണ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത്? ദ സ്കൂൾ ലൈബ്രറി ഈസ് ഓപ്പൺ ഫ്രം 9 AM to 5 PM അല്ലെ? സ്കൂൾ ലൈബ്രറി എപ്പോഴായിരിക്കും ഓപ്പൺ ആയിരിക്കുക? രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സ്കൂൾ ലൈബ്രറി ഓപ്പൺ ആയിരിക്കുക. എന്തൊക്കെയാണ് കൺക്ലൂഷൻസ് അല്ലെ? ഒന്നാമത്തെ കൺക്ലൂഷൻ നോക്കുക. സ്റ്റുഡൻസ് ക്യാൻ ബോറോ ബുക്സ് ആഫ്റ്റർ 5 PM. ദ സ്കൂൾ ലൈബ്രറി ഈസ് ഓപ്പൺ ഫ്രം 9 AM to 5 PM ഉറപ്പിച്ച് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റിൽ 9 മുതൽ 5 വരെ ഉള്ളൂ. സ്റ്റുഡൻസ് ക്യാൻ ബോറോ ബുക്സ് ആഫ്റ്റർ 5 PM. അപ്പൊ തന്നിരിക്കുന്ന കൺക്ലൂഷനെ അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെന്റിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് കൺക്ലൂഷൻ പറയാൻ പറ്റുക അല്ലേ? അപ്പോൾ ഒരിക്കലും ഇത് പറയാൻ പറ്റുമോ? ഇല്ല, തെറ്റാണ്. ദ ലൈബ്രറി ഈസ് നോട്ട് ആക്സസിബിൾ ബിഫോർ 9 AM. 9 മണിക്ക് മുന്നേ ആക്സസ് ചെയ്യാൻ പറ്റില്ല. കറക്റ്റ് ആണ്. 9 to 5 ഓപ്പൺ ആവുള്ളൂ. പിന്നെ എങ്ങനെയാണ് 9 മുന്നേ പറ്റുക? അപ്പോൾ ഇതെന്തായാലും ശരിയാണ്. വിച്ച് മീൻസ് ഓപ്ഷൻ ബി ഓൺലി കൺക്ലൂഷൻ ടു ഫോളോസ് ആണ് നമ്മുടെ ശരി ഉത്തരം വരിക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷനോ ഇതിലുണ്ടോ? പറഞ്ഞേ. എനി ഡൗട്ട്, എനി കൺഫ്യൂഷൻ? റെഡി അല്ലേ? അടുത്തതിലോട്ട് പോയാലോ? അപ്പൊ നോക്കാം. ഐഡന്റിഫൈ ദ അസംഷൻ. അഗൈൻ അസംഷൻ ആണ്. നോക്കുക സ്റ്റേറ്റ്മെന്റ്. ഡീഫോറസ്റ്റേഷൻ ഈസ് ട്രോപ്പിക്കൽ ഡീഫോറസ്റ്റേഷൻ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പ്രൈമർലി ഡ്രിവൺ ബൈ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആൻഡ് ലോഗിംഗ്. ലോഗിംഗ് എന്ന് പറഞ്ഞാൽ മരം വെട്ടുക അല്ലേ? അപ്പോൾ ഡീഫോറസ്റ്റേഷൻ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഏതൊക്കെയാണ്? പ്രൈമർലി ഡ്രിവൺ ബൈ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ, അതുപോലെ തന്നെ ലോഗിങ്. അപ്പം മരം വെട്ടുന്നതും ഈ പറയുന്ന അഗ്രികൾച്ചർ എക്സ്പാൻഷനും ഒക്കെയാണ് ഡീഫോറസ്റ്റേഷൻ്റെ ഒരു കാരണം അല്ലേ എന്നൊക്കെയാണ് പറയുന്നത്. നോട്ട് ഓൺലി കോൺട്രിബ്യൂട്ട്സ് ടു ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബട്ട് ഓൾസോ exacerbates ഗ്ലോബൽ വാർമിംഗ് ബൈ റിഡ്യൂസിംഗ് ദ എർത്ത് കപ്പാസിറ്റി ടു അബ്സോർബ്
കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താ? ഡീഫോറസ്റ്റേഷൻ ഇൻ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പ്രൈമർലി ഡ്രിവൺ ബൈ അഗ്രികൾച്ചർ എക്സ്പാൻഷൻ ആൻഡ് ലോഗിംഗ് നോട്ട് ഓൺലി കോൺട്രിബ്യൂട്ട് ടു ദ, അപ്പൊ ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു എന്തുണ്ട്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റിക്ക് ഒരു കാരണമാണ് ഈ പറയുന്ന ഡീഫോറസ്റ്റേഷൻ അല്ലേ. ബട്ട് ഓൾസോ എക്സസർബേറ്റ്സ് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിംഗും എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബൈ റെഡ്യൂസിങ് ദ എർത്ത് കപ്പാസിറ്റി ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പൊ ഗ്ലോബൽ വാർമിംഗ് കൂട്ടുകയാണ് ബൈ റെഡ്യൂസിങ് എർത്തിന്റെ കപ്പാസിറ്റി ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പൊ ഞാനിത് പ്രൊണൗൺസ് ചെയ്ത് കറക്റ്റ് ആണോ നിങ്ങൾ പറയാം. എക്സസർബേറ്റ്സ് അല്ലേ ആണെന്നാണ് എൻ്റെ വിചാരം മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ പറയാം. അപ്പൊ കാര്യങ്ങൾ പിടികിട്ടിയല്ലോ. അപ്പൊ ഡീഫോറസ്റ്റേഷൻ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗും എൻഹാൻസ് ചെയ്യുന്നുണ്ട് ബൈ റെഡ്യൂസിങ് എർത്ത് കപ്പാസിറ്റി ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ ആണോ? അപ്പൊ അസംഷൻ നോക്കുക. ഡീഫോറസ്റ്റേഷൻ റെഡ്യൂസസ് ദ എർത്ത് എബിലിറ്റി ടു അബ്സോർബ് കാർബൺ ഡൈ ഓക്സൈഡ്. അതുകൊണ്ട് തന്നെയല്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം, ആണ് അല്ലെ. സ്വാഭാവികമായിട്ടും അത് ശരിയായിട്ടുള്ള അസംഷനാണ്. രണ്ടാമത് നോക്കാം. അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആൻഡ് ലോഗിംഗ് ആർ ദ പ്രൈമറി കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. Deforestation in tropical rainforests primarily driven by agricultural expansion and logging. വളരെ ഡെഫിനറ്റ് ആയിട്ടും ക്ലിയർ ആയിട്ടും അവർ പറഞ്ഞാണ്. സോ അഗ്രികൾച്ചറൽ എക്സ്പാൻഷൻ ആൻഡ് ലോഗിംഗ് ആർ ദ പ്രൈമറി കോസ് ഓഫ് ഡിഫോറസ്റ്റേഷൻ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അവർ അത്തരത്തിലൊരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുണ്ടാവുക. സോ എന്തായാലും ഇത് ശരിയാണ്. The loss of biodiversity is the most significant consequence of deforestation എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ എന്താ? നോട്ട് ഓൺലി കോൺട്രിബ്യൂട്ട്സ് ടു ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ബട്ട് ഓൾസോ ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ ഇത് മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗ് ഉണ്ട്, പക്ഷെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടും ഇങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ? ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ദ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ്, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടോ? നോ. സോ വിച്ച് മീൻസ് ഓപ്ഷൻ എ ഓൺലി 1 and 2 ആർ ഇംപ്ലിസിറ്റ് ആണ് ശരി ഉത്തരം വരിക. ആണോ അല്ലയോ? എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കൺഫ്യൂഷനോ ഇതിലുണ്ടോ? എനി ഡൗട്ട്, എനി കൺഫ്യൂഷൻ അല്ലേ? റൈറ്റ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് തൽക്കാലം ഇന്നത്തേക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. സോ നിങ്ങൾ നോക്കുക, ഈ പറയുന്ന നമ്മൾ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള കൺഫ്യൂഷനോ ഡൗട്ടോ ഉണ്ടെങ്കിൽ അതെന്തായാലും കമന്റിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സെഷൻ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ബട്ട് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട പറയേണ്ട കാര്യം എന്തെങ്കിലും ഡൗട്ടുകളോ കൺഫ്യൂഷനുകളോ ഉണ്ടെങ്കിലാണ്. മാത്രമല്ല, ആക്ച്വലി ഞാനിത് പ്ലാൻ ചെയ്ത ഒരു സീരീസ് പോലെ നമുക്ക് എല്ലാ തരത്തിലുള്ള ക്രിട്ടിക്കൽ ലിസണിംഗിൽ എല്ലാ ചോദ്യങ്ങളും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ പാർട്ടായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ കമന്റിൽ പറയാം. സോ കമന്റിൽ നോക്കിയിട്ടായിരിക്കും നമ്മൾ പിന്നീട് ഇത് ചെയ്യണോ വേണ്ടയോ എന്നുള്ള കാര്യം. ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. ബട്ട് നിങ്ങൾക്ക് വേണ്ടെങ്കിലല്ലേ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറഞ്ഞാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ. ബട്ട് അഗെയിൻ ബിഫോർ വൈൻഡിങ് ദ സെഷൻ കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട് നമ്മുടെ പുതിയ അപ്കമിങ് ബാച്ചസുകളെ കുറിച്ചാണ്. അപ്പോൾ SSC റെഗുലർ ബാച്ച് 2.0 SSC എക്സാമുകൾ, ഏതൊക്കെ എക്സാമുകൾ നമ്മൾ എടുത്താലും, CGL ആയിക്കോട്ടെ, CHSL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, GD ആയിക്കോട്ടെ, അപ്പോൾ ഏതൊരു SSC എക്സാമും ക്രാക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും നമ്മൾ മാസ്റ്റർ ചെയ്യേണ്ടത് ആരൊക്കെയാണ്? മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK, കറണ്ട് അഫയേഴ്സ്, സയൻസ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ഒരു പ്രോപ്പറായിട്ട് ഗൈഡൻസ് ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? അപ്പോൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മുടെ പുതിയ ബാച്ച് എന്ന് പറയുന്നത്. ആൻഡ് യു ക്യാൻ സി SSC റെഗുലർ ബാച്ച് 2.0. അപ്പോൾ ഒരു 1.0 ഉണ്ടായിരുന്നു, അത് ഒരുപാട് പേര് ജോയിൻ ചെയ്ത ബാച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ബാച്ചിൽ ജോയിൻ ചെയ്ത ആൾക്കാരോട് ചോദിക്കാം, ഈ പറയുന്ന ബാച്ചുകളിൽ എങ്ങനെയാണ് ക്ലാസ്സുകൾ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അതായത് ആദ്യത്തെ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത ആൾക്കാർ പറയാം എങ്ങനെയാണ്, മോശമാണെങ്കിൽ മോശമാണെന്ന് പറയാം, നോ ഇഷ്യൂസ്. അപ്പോൾ നിങ്ങൾക്ക് ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പറയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ പറയുന്നത് കാണുമ്പോൾ അല്ലെ, ഫ്രഷേഴ്സിന് അല്ലെങ്കിൽ പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ഇവിടെ ക്ലാസ്സുകൾ എന്നുള്ള കാര്യം. അപ്പോൾ എന്തായാലും ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്, നിങ്ങളും അങ്ങനെ ആവുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക, അല്ലെങ്കിൽ ആ കമൻറ്റുകൾ കാണുക. നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പുകളിലൊക്കെ ജോയിൻ ചെയ്യാം, നമ്മുടെ സൈലത്തിൻ്റെ അല്ല, അവിടെ ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ അഭിപ്രായം ചോദിക്കാം. അപ്പം നല്ല അഭിപ്രായം എന്തായാലും കിട്ടാൻ പോകുന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ബാച്ചിൽ 500+ hours ഓഫ് ലൈവ് ക്ലാസ് ഉണ്ടായിരിക്കും. ഡെയിലി 2 to 3 hours പെർ ഡേ, അല്ലെങ്കിൽ 2 to 3 ക്ലാസ് പെർ ഡേ എന്നുള്ള രീതിയിലായിരിക്കും. ആഴ്ചയിൽ 5 മുതൽ 6 ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു പ്രോപ്പർ ഈ പറയുന്ന അപ്ഡേറ്റഡ് സിലബസ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം ചെറിയ ചെറിയ മാറ്റങ്ങൾ ഓരോ സബ്ജക്റ്റിലും വന്നിട്ടുണ്ട് അല്ലേ. റീസണിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാത്സ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നല്ല രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മളിവിടെ ക്ലാസ്സുകൾ എടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വരാൻ പോകുന്ന SSC എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. ബട്ട് വിത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം കണ്ടീഷൻ ഉണ്ട് ഇതിന്. ചുമ്മാ ഒന്നുമല്ല, ഒരു കണ്ടീഷൻ ഉണ്ട്.
യു ഹാവ് ടു ഹാവ് ദ റൈറ്റ് മൈൻഡ് സെറ്റ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. ചുമ്മാ ജോയിൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കണം. അത് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നിരാശപ്പെടാൻ പോകുന്നില്ല. അപ്പോൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജനുവരി 15-നാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അവർ നിങ്ങളെ ഗൈഡ് ചെയ്തോളൂ. ഇത് മാത്രമല്ല, യെസ്, ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ എന്തായാലും ഉടനെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവും. വളരെ പെട്ടെന്ന് ഒരു ജോലി നേടുക എന്ന് പറയുമ്പോൾ ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ കൃത്യമായിട്ട് അല്ലേ, ഒരു സെൻട്രൽ ഗവൺമെന്റ് ജോലി, റെയിൽവേയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള സാലറിയോടുകൂടെ ഒരു ജോലി എന്ന് പറയുമ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അപ്പോൾ എന്തായാലും നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവുന്ന റെയിൽവേ വാക്ക് തന്നിട്ടുണ്ട് നമ്മളോട് അല്ലേ? നമ്മളോട് മീൻസ് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉടനെ തന്നെ 20-21 ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ RRB ഗ്രൂപ്പ് ഡി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫെബ്രുവരി 12-ാം തീയതിയാണ്. കോഴ്സ് ഫീസ് കാണിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നോക്കുക, 300+ hours ഓഫ് ലൈവ് ക്ലാസ്സസ്, അതുപോലെ തന്നെ 2 to 3 hours പെർ ഡേ തന്നെയാണ്. വീക്ക്ലി 6 ദിവസവും ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ബാച്ചിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്തോളും. സോ താങ്ക് യു സോ മച്ച് എവരിവൺ. അപ്പോൾ ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ആയെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങൾ പറയണം. ആയില്ലെങ്കിൽ നിങ്ങൾക്കത് പറയാവുന്ന കാര്യമുള്ളൂ. സോ താങ്ക് യു സോ മച്ച്. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സുകളിൽ കാണാം. സോ ടിൽ ദെൻ, ടേക്ക് കെയർ, കീപ് ലേണിംഗ്, കീപ് പ്രാക്ടീസിങ്. ബൈ ബൈ, ടാറ്റാ, താങ്ക് യു സോ മച്ച്.